Hello friends. Hi, our next video about the purchase voucher in Tally. But before inputting the purchase voucher, we needed some recorded data. That is about the purchase ledger. Which ledger is to be needed, how much percentage is to be needed, interstate purchase needed or other state purchase needed, that is to be collected. Others are the full details of our client, that is the supplier's details. That is sundry creditors details. Okay. Next, about our stock item. Which items to be purchased? Our purchased stock item, how much to be grouped into a separate group, category, which go down to be collected. These are to be entered in tallies. Purchase voucher. Before inputting purchase entry, we must fill the following information. You see, gateway of tally, accounts info, group, create. ഗ്രൂപ്പ് അക്കൗണ്ടുകൾ വേണമെങ്കിൽ പർച്ചേസ് ഇൻ്റർസ്റ്റേറ്റിനും സ്റ്റേറ്റിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് വേണമെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഇൻഫോയിൽ ഗ്രൂപ്പിൽ പോയി ലെഡ്ജർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അതിനകത്ത് ലെഡ്ജേഴ്സ് വേണം. അതായത് പർച്ചേസ് സ്റ്റേറ്റ് പർച്ചേസ് 5% GSTക്ക് സെപ്പറേറ്റ് പർച്ചേസ് അക്കൗണ്ട് വേണം, 12% സെപ്പറേറ്റ് വേണം, 18% സെപ്പറേറ്റ് വേണം, 28% സെപ്പറേറ്റ്. അപ്പം ആ ലെഡ്ജർ എല്ലാം അണ്ടർ സ്റ്റേറ്റോ ഇൻ്റർ സ്റ്റേറ്റിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അതാതിന് വേണ്ടുന്ന CGST റേഷ്യോയും SGST റേഷ്യോയും ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ട് ആ ലെഡ്ജേഴ്സുകളും ക്രിയേറ്റ് ചെയ്യുക. ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദീസ് നീഡഡ് ലെഡ്ജേഴ്സ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് അവർ സപ്ലൈസ് ഇൻഫർമേഷൻ. സപ്ലൈസ് ലെഡ്ജർ, ഫുൾ അഡ്രസ് നീഡഡ്, പോസ്റ്റൽ അഡ്രസ് ഫ്രം ബിൽ. നമ്മളെ പർച്ചേസ് ബില്ലിനകത്ത് ഇത് ഇത്രയും ഉണ്ടാവും, അതിൽ നോക്കി അടിക്കുക, ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ക്രെഡിറ്റ് പീരീഡ് അതിനകത്ത് ഉണ്ടാവണമെന്നില്ല. ക്രെഡിറ്റ് പീരീഡ് 13 days, 20 days, 45 days, 30 days അതെന്ന് വെച്ചാൽ പീരീഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അവരുടെ ടാക്സ് ഇൻഫർമേഷൻ ഡീറ്റെയിൽ, GST നമ്പർ, പാൻ നമ്പർ, ഇതൊക്കെ നമ്മളൊരു സപ്ലൈസിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോയി സ്റ്റോക്ക് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യണം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഇൻവെൻട്രി ഇൻഫോയിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതും നമ്മൾ ഈ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഗ്രൂപ്പ് ബേസ്, മൾട്ടിപ്പിൾ ബേസ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യാം, സിംഗിളായിട്ടും ഓരോ ലെഡ്ജർ ബൈ ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ല മൾട്ടി ആയിട്ട് എല്ലാ സിംഗിളും മൾട്ടി സിസ്റ്റം മോഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം, സ്റ്റോക്ക് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി മെയിൻ ഗ്രൂപ്പ് ഉണ്ടാവും, ഇത് മെയിൻ ലൊക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഗോഡൗൺ വേണോ അത് സെറ്റ് ചെയ്യണം, കാറ്റഗറി സിസ്റ്റം വേണോ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് കാറ്റഗറി ബേസിലുള്ള റിപ്പോർട്ട് കിട്ടും, ഗ്രൂപ്പ് ബേസ് റിപ്പോർട്ട് കിട്ടും. വി ഗെറ്റ് ദ ഗ്രൂപ്പ് ബേസ് റിപ്പോർട്ട്, കാറ്റഗറി റിപ്പോർട്ട്, ഗോഡൗൺ സെപ്പറേറ്റ് ഗോഡൗൺ കീപ് ദി സ്റ്റോക്ക്. അപ്പം നമുക്ക് ഏത് രീതിയിലാണോ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യേണ്ട ആ രീതിയിലൊക്കെ നമുക്ക് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പായിട്ട് സ്റ്റോക്ക് ഐറ്റംസിൻ്റെ യൂണിറ്റ് ഓഫ് മെഷേഴ്സ്, നമ്പർ ബേസ് ആണോ, കിലോ ബേസ് ആണോ, കേസ് ബേസ് ആണോ, അതിന് ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഉണ്ടോ. ദാറ്റ് ഈസ് നമ്മൾ കേസ് ബേസിൽ വാങ്ങുന്നു, നമ്പേഴ്സായിട്ട് സെയിൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം വരുന്നു. അപ്പം ഇവിടെ യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം, ഗ്രൂപ്പ് വേണം, കാറ്റഗറിയും ഗോഡൗണും വേണേ. നമ്മൾ F11 ഫീച്ചേഴ്സിനകത്ത് പോയി അത് ആക്റ്റീവായ ശേഷം അതും ക്രിയേറ്റ് ചെയ്യണം. F11 ഇൻവെൻറ്ററി ഫീച്ചേഴ്സിനകത്ത് നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം കാണാം, കണ്ടോ, സ്റ്റോറേജ് ക്ലാസിഫിക്കേഷനകത്ത് ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻറ്ററി യെസ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻവോയ്സിങ്ങിനകത്ത് പ്രിസൈഡ് ഇൻവോയ്സിങ്ങിനകത്ത് എൻ്റർ പർച്ചേസ് ഇൻവോയ്സ് ഫോർമാറ്റ് ഇൻവോയ്സ് വേണം, ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് വേണം. ഇതൊക്കെ നമ്മൾ അപ്പോൾ ഇവിടെ ഇൻവെൻറ്ററി ഇൻഫോയിലേക്ക് നമുക്ക് സ്റ്റോക്ക് ഐറ്റം, ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ് ഓഫ് മെഷേഴ്സ്, ഐറ്റം ടു ബി ഗ്രൂപ്പ്ഡ് ഇൻ ഗ്രൂപ്പ് ഐറ്റംസ്, സ്റ്റോക്ക് കാറ്റഗറി ക്യാൻ ബി ക്രിയേറ്റഡ്. അപ്പോൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കാറ്റഗറി ബേസ്, ഗ്രൂപ്പ് ബേസ്, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഗോഡൗൺസ് ഉണ്ട്, ഗോഡൗൺ 1, ഗോഡൗൺ 2, ആവശ്യമുള്ള ഗോഡൗണിൻ്റെ ഫുൾ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്ത് ഏത് ഗോഡൗണിലേക്കാണോ സ്റ്റോക്ക് കീപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. യൂണിറ്റ് ഓഫ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് ഓഫ് മെഷേഴ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്ര സിമ്പിൾ മെത്തേഡാണ്.
ടൈപ്പ് ഓഫ് സിമ്പിൾ മെത്തേഡ് നമ്പേഴ്സ് കൊടുക്കുക. ഇപ്പോൾ പ്രാക്ടിക്കൽ എൻട്രീസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടാം. നമ്പേഴ്സ് സെറ്റ് ചെയ്യണം. അത് ഫോമൽ നമ്പേഴ്സ് എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മൾട്ടിക്കൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ F11 പ്രസ് ചെയ്യുക. കമ്പനി ഫീച്ചേഴ്സ് കിട്ടും. കമ്പനി ഫീച്ചേഴ്സിനകത്ത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സും ഉണ്ട്, ഇൻവെൻറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. ഈ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോറേജ് ക്ലാസിഫിക്കേഷനും ഓർഡർ പ്രോസസ്സിങ്ങിനും ഇൻവെൻറ്ററി ഇൻവോയ്സും സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കൺട്രോളിൽ കൊടുത്തത് സേവ് ചെയ്യുക. അതിനുശേഷം സ്റ്റോക്ക് കാറ്റഗറി ഗോഡൗൺ വേണോ അത് ഓണാക്കുക. അത് നമ്മൾ സേവ് ചെയ്യുക. ജനറൽ ഇൻവോയ്സ് ഫീച്ചേഴ്സിനകത്തും ഇൻവെൻറ്ററി ഫീച്ചേഴ്സിനകത്തും ജനറലും ഇൻവോയ്സിങ്ങും കോമൺ ആയിരിക്കും. F11 ഫീച്ചേഴ്സ് കമ്പനി ഫീച്ചേഴ്സിനകത്ത്. ജസ്റ്റ് ലിസൺ ഓൺസ് അഗെയിൻ. ബിഫോർ ക്രിയേറ്റിംഗ് ഇൻപുട്ടിംഗ് വൗച്ചർ, ഫസ്റ്റ് create your needed ledgers, needed supplies ledgers, stock item, its a group. If you categorized it, create a category. Number of godown needed, create a godown address and details. Just after you go to inputting purchase. Okay, thank you. Purchase inputting screen in next video. Okay, purchasing input in next video. Okay, thank you.